പിൻട്രസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഡെക്കോർ ഐറ്റം കണ്ടത്. എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2 പീസ് ഓഫ് കാർഡ്ബോർഡ് എടുക്കുക, ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. ദെൻ ഒരു സ്ട്രൈപ്പ് ഓഫ് കാർഡ്ബോർഡ് എടുത്തിട്ട് എല്ലാ എഡ്ജിലൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നോട്ട് പോയിന്റ് താഴത്തെ എഡ്ജിൽ ഒട്ടിക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കുന്ന സൈഡാണല്ലോ. ഇപ്പം ഞാൻ ഒട്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ഞാനത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാത്രം ഒട്ടിക്കേണ്ട, ബാക്കി എല്ലാ എഡ്ജിലും കവർ ചെയ്തെടുക്കാം. എല്ലാം കവർ ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് മറ്റേ പീസ് വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി കാണുമ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നുന്നുവെങ്കിലും മെഷർമെൻറ്റ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് അത്ര പെർഫെക്ഷനിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഹാഫ് സർക്കിളാണ്. ഇപ്പം ഞാൻ 2 കാണിക്കുന്നെങ്കിൽ ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ എഡ്ജിലും ഒരു സ്ട്രൈപ്പ് ഓഫ് കാർഡ്ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ദെൻ മൂന്നാമത്തെ പാർട്ട് ഇങ്ങനത്തെ ഒരു പാർട്ടാണ്. ഇതും ഇങ്ങനെ 2 പീസ് കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 3 പാർട്ടുണ്ട്. ഇത് 3ഉം കൂടെ കൂട്ടി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെക്കോറായി. ഇതിലെ ഡെസ്ക് ഡെക്കോറായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വാൾ ഡെക്കോറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ 3 പാർട്ടും കൂട്ടി ഒട്ടിച്ചിട്ട് ഇങ്ങനെയാണുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ട് ദെൻ പിങ്കും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ മുകളിൽ ഒരു സർക്കിളും കൂടെ വെറുതെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് പറിച്ചിട്ടു, എനിക്ക് ഭംഗിയില്ലെന്ന് തോന്നിയുകൊണ്ട്. അപ്പോൾ റെഫറൻസ് പിക്ക് പോലെയൊക്കെ ഏകദേശം ഒപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.